നമ്മുടെ രാജ്യത്തിന്റെ തുടർ നീക്കങ്ങൾ, തുടർ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടതാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അർജുൻ. ജയലക്ഷ്മി, പാകിസ്ഥാന്റെ ഒരു കരിപുരണ്ട ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അവരെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഒരു വെടിനിർത്തൽ ധാരണയുടെ കാര്യത്തിൽ ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കഴിയില്ല. പല തവണ പല പ്രാവശ്യം പലയിടത്ത് അവർ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്, വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. ഈ ധാരണയ്ക്കും ഈ കരാറിനുമൊക്കെ ഒരു തരത്തിലും ബഹുമാനം നൽകാത്ത ഒരു രാജ്യമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഈ വെടിനിർത്തൽ കരാർ ധാരണയായി ഏകദേശം 3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെയാണ് വീണ്ടും ഡ്രോണുകളും അതുപോലെ തന്നെ അതിർത്തിയിൽ വെടിവെപ്പൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിർത്തിയിൽ വളരെയധികം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നിരീക്ഷണം സൂക്ഷ്മമായി മാറ്റുക, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സൈനിക ഡിപ്ലോയ്മെൻറ്റുകൾ നമ്മൾ പിൻവലിക്കുന്നില്ല, സേനാ പിന്മാറ്റം ഉടൻ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ, കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള നിലവിലുള്ള ധാരണ അത് സൈനിക നടപടികളെ സംബന്ധിച്ച് മാത്രമാണ്. ഈ പ്രകോപനം ഉണ്ടായ സമയത്ത് തിരിച്ച് ഡ്രോണുകൾ വിടാനോ മറ്റ് ആക്രമണം നടത്താനോ ഇന്ത്യ ഇതുവരെ മുതിർന്നിട്ടില്ല. അതായത് പാകിസ്ഥാന്റെ നഗരങ്ങൾക്കകത്തേക്ക് നമ്മൾ ഒരു റിറ്റാലിയേറ്ററി ഫയറിംഗ്, ഒരു തിരിച്ചടി അതിനകത്തേക്ക് നടത്തിയിട്ടില്ല. മറിച്ച് ഇങ്ങോട്ടുണ്ടായ ഡ്രോണുകൾക്ക് നേരെയും അതുപോലെ തന്നെ വെടിവയ്പ്പിനും തക്കതായിട്ടുള്ളൊരു മറുപടി നൽകി. അതിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. വീണ്ടും സൈനിക പോസ്റ്റുകൾക്ക് നേരെ വലിയ നാശങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ള കാര്യമാണ്. അത് ജമ്മു കാശ്മീർ താഴ്വര ഭാഗങ്ങൾ തുടങ്ങി ഇവിടെ താഴേക്ക് ഗുജറാത്ത് വരെ, അതിൽ പഞ്ചാബും രാജസ്ഥാനും ഉൾപ്പെടുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിലവിൽ നിലകൊള്ളുന്ന സൈനികർക്ക് കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നുള്ള കാര്യമാണ്. അതായത് അതിർത്തിയിൽ തന്നെ ഈ LOC നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് കൂടുതൽ തിരച്ചിൽ ദൗത്യങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും ഭീകരരെ സഹായിക്കാൻ വേണ്ടിയിട്ടാവും. അതായത് ഭീകരരെ വീണ്ടും നമ്മുടെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി സഹായിക്കാനുള്ള തരത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ലംഘനമൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ അവർ മുൻകാലത്ത് നൽകിയിട്ടുണ്ട്. ആ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള സംശയങ്ങളും വെച്ച് പുലർത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായ കാര്യം അറിയാം. ജമ്മുവിൽ സൈനിക പോസ്റ്റിന് നേരെ, സൈനിക സ്റ്റേഷന് നേരെ ഒരു അജ്ഞാതൻ വന്ന് വെടിയുതിർക്കുന്നു. ആ അക്രമിയെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. തിരച്ചിൽ നടക്കുകയാണ്. അയാളെ പിടികൂടിയാൽ മാത്രമേ അയാൾ എത്തിയത് എവിടെ നിന്നാണ്, അയാൾ ഭീകരനാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താൻ സാധിക്കുള്ളൂ. പക്ഷേ അക്രമിയെ ഇപ്പോഴും പിടികൂടാൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന്റെ നീക്കങ്ങൾ അത് പല തരത്തിലുണ്ടാകുമെന്ന്. തീർച്ചയാണ് അവരാണ് മുൻകൈയെടുത്ത് വെടിനിർത്തൽ കരാർ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അവിടെയുള്ള ഭരണകൂടം 2 തട്ടിലാണ്. അതായത് ഒരു സർക്കാർ എന്നുള്ള ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും അവിടെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള കരസേനയാണ്. കരസേന നൽകുന്ന നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും താഴെത്തട്ടിലുള്ള സൈനിക പോസ്റ്റിലുള്ള ജവാന്മാരായാലും അവിടെ പാക് റേഞ്ചേഴ്സ് ആയാലും അവർ നടപ്പിലാക്കുക. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടേക്ക് അവസാനത്തെ സൈനിക പോസ്റ്റുകളിലേക്ക് എത്താനായിട്ട് സമയമെടുക്കും. ഇന്ത്യയെ പോലെയുള്ള ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ആ ശൈലിയോ രീതിയോ ഒന്നും പാകിസ്ഥാനെ സംബന്ധിച്ചില്ല. നമ്മൾ പ്രധാനമന്ത്രി ഒരു ധാരണയായി അല്ലെങ്കിൽ തീരുമാനമെടുത്തു, അത് താഴെത്തട്ടിലോട്ട് എത്താൻ വലിയ സമയമെടുക്കില്ല. കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ നമ്മുടെ സൈനികർ റെസ്ട്രെയിൻഡ്, അതായത് സംയമനം പാലിച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് പോകും. പക്ഷേ പാകിസ്ഥാനിൽ ആ ഒരു സാഹചര്യമല്ല. അവിടെ പല തട്ടിലാണ് അവിടുത്തെ ഭരണം എന്നുള്ള ഒരു കാര്യം തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ നിരീക്ഷണം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ പ്രതിരോധ വക്താക്കളും അതുപോലെ തന്നെ പ്രതിരോധ വിദഗ്ധന്മാരും പറയുന്നതനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കാൻ പോകുന്ന DGMO തരത്തിലുള്ള ചർച്ച, അതുവരെയെങ്കിലും നമ്മൾ നമ്മളുടെ നിരീക്ഷണം വളരെ ശക്തമായിട്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് നിലവിൽ പറയാൻ സാധിക്കുക. അതിനുശേഷം മാത്രമേ തുടർ നടപടികൾ എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി നിലവിൽ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കരാർ എന്നുള്ളത് അത് ധാരണയായി മാത്രം ഇന്ത്യ കണക്കാക്കുന്നത് എന്തുകൊണ്ടും നല്ലതിനാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ സാധിക്കും. അതിനോടൊപ്പം ഭാഗത്തു നിന്ന് തുടർച്ചയായി എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് വീണ്ടും പാകിസ്ഥാൻ അതിരുവിടുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം അത് വലിയ രീതിയിലായിരിക്കും. അതൊരിക്കലും പാകിസ്ഥാന് താങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം.